അപ്പം എന്താക്കണം, പൈസ ഇട്ട് കഴിയുമ്പോൾ നമ്മ ഇതിൽ 100 പെലിട്ടത് അപ്പം 100 തടയണം. ഇതൊന്ന് വണ്ണാരം, ഇതൊക്കെ പെപ്പയുടെ വണ്ണാരത്തിലുണ്ടായതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഈ പെട്ടിയും പിടിച്ച് ഞാനെന്നാക്കുന്നു വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാനൊരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു കേട്ടാ. വെറുതെ വാങ്ങിയ പൈസ കളയണ്ടല്ലോ, നമ്മളെ പെട്ടി ഉണ്ടാകുമ്പോൾ എന്തിനും വാങ്ങിയിട്ട് വെറുതെ പൈസ കളയുന്നു. അപ്പം എൻ്റേതായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് സെല്ലോ ടൈപ്പ് എടുത്തിട്ട് ഫുള്ള് നമുക്ക് കവറാക്കാം കേട്ടോ. കാരണം പൈസയുടെ വെയിറ്റ് കൊണ്ട് പെട്ടി കയറാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്തിടാം. അതിന് ശേഷം മുകളിലത്തെ ഭാഗം ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം. പൈസ പെട്ടിയുടെ ഉള്ളിലേക്ക് ഇടണമെങ്കിൽ ഹോള് വേണം. അപ്പം ഞാനിതാ ഹോള്, എനിക്ക് കത്രിക ഒന്നും ശരിയാവില്ല കേട്ടോ. എനിക്ക് ബ്ലേഡേ ശരിയാവും. നഖം മുറിക്കാനൊക്കെ നെയിൽ കട്ടർ ശരിയാവില്ല, എനിക്ക് ബ്ലേഡ് കൊണ്ടേ ആവില്ലു. അപ്പം കത്രിക ഇല്ലേന്ന് ആരും ചോദിക്കണ്ട കേട്ടോ, കാരണം എനിക്ക് ബ്ലേഡ് കൊണ്ടേ ആവില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഞാനിതാ ചതുരത്തിലും വൃത്തത്തിലെല്ലാം ഹോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോള് കവർ ചെയ്തിട്ട് തന്നെ നമുക്ക് ആദ്യം സെല്ലോ ടൈപ്പ് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ വീണ്ടും ഫുള്ള് സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ചുറ്റിലും ഒട്ടിക്കാം കേട്ടോ, നല്ല കനത്തിൽ തന്നെ ഒട്ടിച്ചോ. കാരണം ചിലപ്പോൾ നമ്മളെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇത് കീറാനുള്ള ചാൻസ് ഉണ്ട്. അടിഭാഗം ശരിക്കും നല്ലോണം ഒട്ടിക്കണം കേട്ടോ, അടിഭാഗം വേഗം കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഹോൾ ഇട്ടതിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിട്ടേ, അപ്പോൾ അതിന് മുകളിൽ ആ ഹോളിന് കണക്കായിട്ട് തന്നെ ബ്ലേഡ് കൊണ്ട് ചെറിയ സെല്ലോ ടൈപ്പ് ഒന്ന് മാറ്റാം. ചതുരവും വൃത്തമല്ല എൻ്റെ ഒരു രീതിയിൽ ഞാനിങ്ങനെ ആക്കിയതാണ് കേട്ടോ. അത് വൃത്തമായിട്ടൊന്നുമില്ല ശരിക്കും. അപ്പോൾ അത് നല്ല വൃത്തിക്ക് മുറിച്ച് മാറ്റാം കേട്ടോ സെല്ലോ ടൈപ്പ്. ഇനിയാണ് നമ്മളെ മെയിൻ പണി കേട്ടോ. ഞാനൊരു വരയിലെ നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ നിന്നൊരു പേജ് കയറിയിട്ടാണ് കേട്ടോ ഇതാക്കുന്നത്. അപ്പോൾ കാർഡ്ബോർഡിനെ കണക്കായിട്ട് സെറ്റാക്കി വെക്കുക ആദ്യം. എന്നിട്ട് ആ പേപ്പറിന് മുകളിലേക്ക് കൂടി സെല്ലോ ടൈപ്പ് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ചുറ്റിലും ഒട്ടിക്കണം കേട്ടോ. ഫുള്ള് നല്ല വൃത്തിക്ക്, നല്ല പേപ്പർ ഇളകാത്ത രീതിയിൽ നല്ല രീതിയിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഞാനിത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ചുറ്റിലൊട്ടിച്ച് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ക് കൂട്ടണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ആക്കട്ടെ, ഞാൻ ഫുള്ള് കണക്ക് കൂട്ടട്ടെ. അപ്പോൾ കണക്ക് കൂട്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു 10,000-ൻ്റെ സേവിങ് ബോക്സ് ആക്കാമെന്നേ. അപ്പോൾ ഈ ലൈൻ, ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ലൈനെല്ലാം പിന്നെ 15 എണ്ണം ഉണ്ട്, താഴേക്ക് 15 എണ്ണമാണ്. അപ്പോൾ ഞാൻ 20 15 എണ്ണം, 50 15 എണ്ണം, 100 30 എണ്ണം, 200 30 എണ്ണം എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുത്തൻ ലൈൻ ഇടുന്നു കേട്ടോ. 20-ൻ്റെതിൽ ഒരു സെറ്റും 50-ൻ്റെ ഒരു സെറ്റും 100-ൻ്റെ 200-ൻ്റെ സെറ്റാക്കിയിട്ട് അങ്ങനെ വെക്കാനാണ്. ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ 10-ൻ്റെതും 500-ൻ്റെതും ഉൾപ്പെടുത്താതെ തന്നെ. 500-ൻ്റെത് കിട്ടാനും ചാൻസ് ഇല്ല, നമുക്ക് 100 200 50 10 20 കിട്ടും. അപ്പോൾ ചെറിയ ബോക്സാണ് ഞാൻ 10-ന് ഒഴിവാക്കിയാണ് കേട്ടോ. അങ്ങനെ എഴുതിയിട്ട് നമ്മളെ ബോക്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയിൽ 10,000 എഴുതി കൊടുക്കാം. അത് എഴുതിയിട്ട് ഞാൻ കുറച്ചതിന് ഷേപ്പ് ഷാർപ്പെല്ലാം ആക്കുന്നുണ്ട്. അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ലൈൻ വീണ്ടും ഒന്ന് ഷാർപ്പാക്കുന്നുണ്ട് കേട്ടോ. ഇത് തിരിയുന്നില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 ലൈൻ ആക്കിയിട്ട് ആക്കുന്നുണ്ട്. ലൈൻ ഷാർപ്പാക്കി കഴിയുമ്പോൾ ഞാൻ നമ്മളെ പെപ്പയുടെ പേര് മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ. മണി സേവിങ് ബോക്സിനൊരു ഓണർ വേണമല്ലോ, അപ്പം ഞാൻ പെപ്പയുടെ പോലെ തൃശ്ശൂർ കല്യാണിന്ന് മുകളിൽ എഴുതിയിരുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്പേസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പം ഞാനതിൽ കുറച്ച് പൂവും ലവെല്ലാം ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. നല്ലൊരാകൃതിയിലൊന്നും വന്നിട്ടാ, നമ്മളെ കൊണ്ടാവുന്നതിൽ പറ്റൂ. ഇഷ്ടയിനാ ഇതൊന്ന് വണ്ണാരം. അതിൽ പൈസ ഇടണേ, ഇനി പൈസ ഇടണേ. ഇനി അതിലൊന്നും ഇട്ടിനല്ലേ നീ, പൈസ ഇട്ടാലോ നമുക്ക്. ഞാനിതാ ഒരു പൈസ ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. എന്താ അപ്പം നമ്മ ഇതിങ്ങനെ മടക്കിയിട്ട് ഇടാം. അപ്പം എന്താക്കണം, പൈസ ഇട്ട് കഴിയുമ്പോൾ നമ്മ ഇതിൽ 100 പെലിട്ടത് അപ്പം 100 തടയണം. അത് 20 കൂടി ഇട്ടോ, 20 കൂടി ഇടും. അതിലിട് 20. അപ്പം എന്താക്കണം, ഇതിൽ നിന്നൊരു 20 തടയാം. അങ്ങനെ ഇതെല്ലാം തടഞ്ഞ് എല്ലാം ഫിനിഷ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ 10,000 ഉറുപ്പ്യായിരുന്നു. അപ്പോൾ എളുപ്പപ്പണിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെപ്പേരി ഈ ഭണ്ണാരം കുറഞ്ഞു ഗൈസ്. അമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇവൻ്റെ അച്ഛമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് മുറിക്കാം. കോയിൻസ് ഉണ്ട്. കോയിൻസ് ഒന്നും എടുക്കാണ്ട് നമുക്ക് നോട്ട് മാത്രം എടുക്കാൻ നോക്കാം ഗൈസ്. ഇതിപ്പോൾ എങ്ങനെ ഞാൻ കട്ടാക്കണ്ടേന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഈ
കത്രിക ഒന്നും ശരിയാവില്ല കേട്ടോ. അതാണ് ഞാൻ ഈ കത്തി കൊണ്ട് ബ്ലേഡ് കൊണ്ടാക്കുന്നത്. നമുക്ക് പൊതുവെ പണ്ടേ കത്രിക വലിയ ഇഷ്ടമല്ല. അയ്യോ കുണിഞ്ഞു പോയി ഗൈസ്. അപ്പം എനിക്ക് പെപ്പര പിറന്നാളായി. ഒക്ടോബറിൽ പെപ്പര പിറന്നാളാവലാണ്. പെപ്പര പിറന്നാളാണ് ഒക്ടോബറിൽ. അപ്പം അപ്പം ഇവന് കറുപ്പ് ജീപ്പ് വേണമെന്നൊട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി കേട്ടോ. അപ്പം അത് നടത്തി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എത്ര അതിൻ്റെ റേറ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ എന്തായാലും ആക്കിയിട്ട് വേണം കൊടുക്കും. ആഴ്ച അമ്മ എടുത്തിട്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. 200 സംഭവം എൻ്റെ അച്ഛൻ പണിയായിട്ട് വന്നിട്ട് ഇവന് 200 കൊടുക്കുന്നത് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതെല്ലാം ഇപ്പം അതിലേക്ക് ഇടണം. നോട്ടെല്ലാം നമുക്കതിലേക്ക് ഇടാം. കോയിൻസ് ഒന്നും എടുക്കണം. കോയിൻസ് നമുക്ക് ഇതിനെ നോക്കാം. കോയിൻസ് ഇതിലാവൂല എന്നാണ്. പത്ത് വേണ്ട, നമ്മൾ 20ൻ്റെ മുകളിലാക്കി. നമുക്കപ്പം എല്ലാം തട്ടിയാലല്ല കാണുന്നുണ്ടോ നിങ്ങൾ? നമുക്കിതെല്ലാം ഉണ്ടാക്കാം. ഇതൊക്കെ പെപ്പയുടെ ഭണ്ഡാരത്തിലുണ്ടായതാണ്. സംഭവം പണി വിട്ട് വരുമ്പോൾ ഇവൻ്റെ അച്ഛൻ ഇവനെ കൊടുക്കുന്നതാണ് കേട്ടോ ഭണ്ഡാരത്തിലിടാൻ വേണ്ടി. അപ്പോൾ ഇത് കുഞ്ഞു ഭണ്ഡാരം എന്താ ഇത് വാങ്ങിയിട്ട് എത്രയും ആയിട്ട് കേട്ടോ. നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ച അതിന് എത്ര ആയിരിക്കും വാങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ നമുക്ക് കോയിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. കോയിൻ നമുക്ക് അതിൽ ഇടാം. മറ്റിനോട്ട് മാത്രം നമുക്ക് നമ്മളെ പുതിയ ഭണ്ഡാരത്തിലിടാം. ഇടാം. ഞാനിപ്പോൾ 200 ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 200 ഇടുമ്പോൾ നമ്മൾ 200 തടയെടുക്കാൻ. 200 ഇട്ടുകൊണ്ട് ഞാൻ 200 തടഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു 200, വീണ്ടും ഒരു 200. ഇത് ഫുൾ 200 ഇല്ലൂട്ടതാ. അപ്പം ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്കിതിപ്പോൾ ഫുള്ളായി തന്നെ ഒരു 10,000 ആയി നമുക്ക് മനസ്സിലാവും. സാധാരണ വേണമെങ്കിൽ നമുക്ക് എത്ര പൈസ എണ്ണി നോക്കണ്ടേ. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ 10,000 ആയി എന്ന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എളുപ്പം പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിലാവുന്ന സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ ബൈ.